ശ്രീനിവാസന്റെ അപ്രതീക്ഷിത വിയോഗം സഹപ്രവർത്തകരെയെല്ലാം വേദനയിലാഴ്ത്തിയിരുന്നു. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ മിക്കവരും എത്തിയിരുന്നു. ശ്രീനിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ പലരും വികാരഭരിതരാവുന്ന കാഴ്ചയായിരുന്നു. സംസാരം മുഴുവിപ്പിക്കാനാവാതെ മാറിപ്പോയവരുമുണ്ടായിരുന്നു. വന്നവരെക്കുറിച്ചും വരാത്തവരെക്കുറിച്ചുമൊക്കെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി നടക്കുന്നുമുണ്ടായിരുന്നു. ശ്രീനിയുമായി അടുത്ത സൗഹൃദമുണ്ടായിട്ടും ജയറാം എന്താണ് വരാതിരുന്നതെന്നായിരുന്നു ചോദ്യങ്ങൾ. മാറ്റിവെക്കാനും പറ്റാത്ത അത്ര എന്ത് തിരക്കാണാവോ അദ്ദേഹത്തിന് എന്നായിരുന്നു വിമർശകർ. കല്യാണങ്ങൾക്ക് മാത്രമേ പോകുന്നുള്ളൂ എന്ന് തോന്നുന്നു, ഇതെന്ത് കുടുംബമാണ് തുടങ്ങി ജയറാമിനും കുടുംബത്തിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു ഉയർന്നത്. കാര്യങ്ങളറിയാതെയാണ് പലരും വിമർശിക്കുന്നത്. മാറ്റിവെക്കാൻ പറ്റാത്ത എന്തെങ്കിലും തിരക്കും കാര്യങ്ങളും ഉണ്ടാകുമായിരിക്കും അദ്ദേഹത്തിന്. അല്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട ശ്രീനിയെ കാണാനും കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും അദ്ദേഹം എത്തിയേനെ എന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. ഇപ്പോഴിതാ ജയറാമിൻ്റെ പ്രതികരണമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഷൂട്ടിംഗ് നടക്കുന്നതിനാലാണ് എനിക്ക് പോവാൻ പറ്റാത്തത്. ചെന്നൈയിൽ ആയിരുന്നതിനാൽ ഈ ഷൂട്ട് നിർത്തിപ്പോവാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അല്ലെങ്കിൽ തീർച്ചയായും ഞാൻ പോയേനെ. മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥനകൾ. സത്യം പറഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്നത് എനിക്കറിയില്ല. അത്രയ്ക്കും സങ്കടമാണ് എന്നുമായിരുന്നു ജയറാം പറഞ്ഞത്. 24 മണിക്കൂറും ഷൂട്ടിംഗ് ഉണ്ടാവില്ല. വിചാരിച്ചാൽ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് പിടിക്കാമായിരുന്നു. വരണമെന്ന് തീരുമാനിച്ചാൽ വരാൻ പറ്റുമായിരുന്നു. പാർത്ഥിബൻ എങ്ങനെയാണ് വന്നതെന്ന് കണ്ടുപഠിക്ക്. നന്ദികെട്ടവൻ എന്ന പ്രയോഗം നേരത്തെ കേട്ടിരുന്നു. അത് ശരിയാണെന്ന് വ്യക്തമായി. അടുത്ത ബന്ധുക്കൾ ആരെങ്കിലുമാണ് മരിച്ചതെങ്കിൽ ഷൂട്ടിംഗ് നിർത്തി താങ്കൾ വരുമായിരുന്നില്ലേ? മോഹൻലാലിനും മമ്മൂട്ടിക്കും തിരക്കില്ലാഞ്ഞിട്ടാണോ അവരൊക്കെ വന്നത്? അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇതുവരെയായിട്ടും ഒരു മരിച്ച വീട്ടിലും അദ്ദേഹം പോയിട്ടില്ല തുടങ്ങിയ പ്രതികരണങ്ങളായിരുന്നു വീഡിയോയ്ക്ക് താഴെ വന്നത്.